Family health checkup 5,000 only. Labs MHL. Free home collection service. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. മെട്രോപോളിസ് ലാബ്, കാര, അഞ്ചങ്ങാടി. ഷൈബട്ട് ടീച്ചർ അനുസ്മരണവും അവാർഡ് സമർപ്പണവും നടന്നു. മേത്തല ഗവൺമെന്റ് യു.പി. സ്കൂൾ അധ്യാപികയായിരുന്ന PM ഷൈബട്ട് ടീച്ചറുടെ വേർപാടിന് ഒരാണ്ട് പിന്നിടുമ്പോൾ തെളിവാർന്ന ഓർമ്മകൾ പങ്കുവച്ച് അധ്യാപക രക്ഷാകർതൃ സമിതി പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിക്കുകയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പ്രതിഭ തെളിയിച്ച ഡോക്ടർ MS പ്രിയദർശിനിക്ക് ഷൈബട്ട് ടീച്ചർ അനുസ്മരണ പ്രഥമ അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു. മേത്തല ഗവൺമെന്റ് യു.പി. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൽ നിന്നും അധിനിവേശം, ആധുനികത, ശാസ്ത്രവിജ്ഞാനം, മലയാളത്തിലെ സസ്യജ്ഞാനം മുൻനിർത്തി ഒരന്വേഷണം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയതിനും PSc നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയതിനുമുള്ള അംഗീകാരമായാണ് അവാർഡിന് തിരഞ്ഞെടുത്തത്. നിലവിൽ ശാന്തിപുരം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഡോക്ടർ പ്രിയദർശിനി. അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ EJ ഹിമേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനാധ്യാപിക മേരി ഹെലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏത് പരിപാടി ഇവിടെ നടന്നാലും അതിന്റെ റിസപ്ഷന്റെ ചുമതലയായിരിക്കും ഷൈബയ്ക്ക്. പുഞ്ചിരിച്ചുകൊണ്ട് ഷൈബ ഇവിടെ ഉണ്ടാവും എല്ലാവരെയും സ്വീകരിക്കാനായിട്ട്. അങ്ങനെയായിരുന്നു ഷൈബയുടെ അധ്യാപനം. അത് എടുത്തു പറയത്തക്ക ഒന്നാണ്. ഷൈബ ഇവിടെ വന്നപ്പോൾ എന്നോട് 1ാം ക്ലാസ്സിൽ ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഞാൻ 1ാം ക്ലാസ്സിൽ പോയിക്കോളാം ടീച്ചറെ എന്ന്. അങ്ങനെ സാധാരണ ടീച്ചർമാർ പറയില്ല, കാരണം 1ാം ക്ലാസ്സിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഷൈബ 1ാം ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുമായിട്ടാണ് ഷൈബയുടെ സഹവാസം മുഴുവൻ. ഷൈബ ഒരിക്കലും പുറത്തേക്ക് വരികയോ ഓഫീസിൽ വന്നിരിക്കുകയോ എന്നോട് വന്ന് സംസാരിക്കുകയോ ഒന്നുമില്ല. പിന്നെ ഷൈബയെ കാണുന്നത് 4 മണിക്ക് കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു വട്ടം കൂടും, എല്ലാവരും ആ വരാന്തയിലിരിക്കും. അപ്പോഴാണ് ഷൈബയെ പിന്നീട് കാണുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായ വിശേഷങ്ങൾ മുഴുവനും എല്ലാവരും കൂടി പറഞ്ഞ് അന്നത്തെ സ്ട്രെസ് മുഴുവൻ ഇവിടെ ഇറക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും വീട്ടിൽ. വാർഡ് കൗൺസിലർമാരായ രവീന്ദ്രൻ നടുമുറി, റിജി ജോഷി, AEO മൊയ്തീൻകുട്ടി മാസ്റ്റർ, PTA പ്രസിഡന്റ് ബിജോയ് കിഷോർ, സ്റ്റാഫ് പ്രതിനിധി PK ജാസ്മിൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് EA ഇക്ബാൽ, KSTA മുൻ സെക്രട്ടറി CA നസീർ മാസ്റ്റർ എന്നിവർ ഓർമ്മകൾ പങ്കുവച്ചു സംസാരിച്ചു. മേത്തല ഗവൺമെന്റ് യു.പി. സ്കൂൾ മുൻ പ്രധാന അധ്യാപകരായ മേരി ഹെലൻ, ജാസ്മിൻ കാവ്യ, സിന്ധു എന്നിവർ ചേർന്ന് അവാർഡ് സമർപ്പണം നടത്തി. ഡോക്ടർ MS പ്രിയദർശിനി മറുപടി പ്രസംഗം നടത്തി. ഏകദേശം എന്റെ സമപ്രായക്കാരിയാണ്. ഒരുപക്ഷെ കുറഞ്ഞ മാസങ്ങൾ ചിലപ്പോൾ അവൾ ഇളയതായിരിക്കും, എങ്കിലും ഏകദേശം സമപ്രായക്കാരിയാണ്. ഷൈബയുടെ ഓർമ്മകള് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും എന്നും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്നൊന്ന് നമുക്ക് മറന്നു കളയാവുന്ന ഒരാളല്ല ഷൈബ. ഷൈബയെ ആദ്യം ഞാൻ കേട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞത് സീനത്തെയാണ്. അന്ന് ഞങ്ങളിങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ ആക്റ്റീവായിട്ട് സ്കൂളിനെ എങ്ങനെ ഏതൊക്കെ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീനത്തെ പറഞ്ഞത് ആ ഒരു നല്ല അധ്യാപിക ഇങ്ങോട്ട് വരുന്നുണ്ട്, എൻ്റെ മരുമോളാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു മരുമോളോടുള്ള സ്നേഹം കുറച്ചുണ്ടാവും, പറഞ്ഞത് അത്രയും ഇവിടെ മുഴുവനെടുക്കണ്ട. എങ്കിലും അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല സേനത്ത്. അതുകൊണ്ട് കുറച്ച് ഞാനങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷൈബയെ നേരിൽ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ സേനത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു പടി കൂടുതൽ നല്ല കുട്ടി, നല്ല ടീച്ചർ എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന 2 മുഖങ്ങളാണ് ഗിരീഷേട്ടനും ഷൈബ ടീച്ചറും. ഏതൊരു പരിപാടിയിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും ഇത്തിരി വേർത്ത് ചിരിച്ച്, എപ്പോഴും ഒരു ചെറിയ വേർപ്പുണ്ടാവും ഷൈബയുടെ മുഖത്ത്. ഓടിപ്പാഞ്ഞായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത്തിരി വേർത്ത് ചിരിച്ച് നമ്മളെങ്ങനെ സ്വീകരിക്കാനായിട്ട് എത്തുന്ന ഒരാളിവിടെ ഇല്ല എന്നുള്ളത് വലിയൊരു അഭാവം. പ്രധാന അധ്യാപിക അജിത പാടാരിൽ സ്വാഗതവും അധ്യാപക പ്രതിനിധി OD ദിവ്യ നന്ദിയും പറഞ്ഞു.